Let God's name be praised. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ I മഹത്വപ്പെടുത്തുകയാണ്. thank God for this wonderful time that He's given to us. ചില പുതിയ മുഖങ്ങളുമായി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരു അവസരം നൽകിയതിനായി നന്ദി പറയുന്നു. I thank God for this wonderful opportunity that He's given to worship with some new faces. ദൈവം നല്ലവനാണ്. And God is a good God. ഇന്ന് പകൽ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളെ ദൈവം ഇവിടെ എണിപ്പിച്ചു. God raised some wonderful testimonies in this place. ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഒരു മെസ്സേജ് പറയുന്നത് പോലെ അതിലൊരു സാക്ഷ്യങ്ങൾ ദൈവം ഉളവാക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I thank God that Father God raises testimonies like a message, and I thank God for that wonderful thing He does. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറിയ കൂട്ടത്തിൽ സാക്ഷ്യം പറയുന്നതിന് ഹല്ലേലൂയ ഒരു പ്രത്യേകമായിരിക്കുന്ന ഗൗരവം അതിനെ നമ്മൾ നൽകുകയാണ്. And you know, even though we are a small gathering, we give a real big importance to give saying testimonies. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today morning, prayerfully, I want to share a small thought with you. ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം വചനത്താൽ നമ്മളെ തൊടും. I believe that God will send His word and He will touch you. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് എന്നോട് ഇടപെടുന്നു? How many of you believe that you are going to have an encounter with God? Hallelujah. How many of you believe that? ഞാൻ വിശ്വസിക്കുന്നു. I believe it കാരണം വചനം ജീവനുള്ളതാണ്. because word has life. ഇനിയിപ്പം ഹല്ലേലൂയ ഈ വചനം ദൈവം പറയുന്നതാകയാൽ ദൈവത്തിന് ആരോടൊക്കെ എന്തൊക്കെ ഇടപെടലുകളുണ്ട്. Because the word of God is spoken by God, the word has something to say to you today. ചിലവരുടെ സാഹചര്യത്തെ ദൈവം തൊടാൻ പോവുകയാണ്. Sometimes the word of God will touch your situation. ഹല്ലേലൂയ. നിങ്ങളുടെ ഫിസിക്കായിരിക്കും, നിങ്ങളുടെ ഭൗതികമായിരിക്കും, എന്ത് തന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവ് തൊടും. What the Holy Spirit, because it's the word of God, it might touch your physical body or it might touch your personal situation or circumstances. വളരെ പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് കടക്കാം. So now let's prayerfully meditate on the word of God. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. Let's all turn our Bibles to John's Gospel chapter 9 verses 39. എന്താണ് ഇവിടെ കാണുന്നത്? What does it say? കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. Jesus said, "For judgment I have come into this world, so that the blind will see, and those who see will become blind." ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? Have you ever read these verses before? ഹല്ലേലൂയ. അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് അതിനെ ധ്യാനിക്കാം. It's okay, so we'll meditate it together. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞു. For Jesus said, "For judgment I have come into this world, so that the blind will see, and those who see will become blind." യേശു കർത്താവ് ആരോടാണ് ഇങ്ങനെ പറയുന്നത്? Who is Jesus Christ saying these verses to? യേശു കർത്താവ് ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്? What is the circumstances that Jesus is saying this? ഈ സവിശേഷ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കണം. For you to understand these particular verses, you need to read John's Gospel chapter 9 verses 1. എന്താണ് അവിടെ പറയുന്നത്? What does it say? വായിക്കാമത്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടൻ, പിറവിയിൽ തന്നെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. Verse 1 says, "As he went along, he saw a man blind from birth." ഹല്ലേലൂയ. Hallelujah. ഇവൻ പിറവിയിൽ കുരുടനായ ഒരു മനുഷ്യനെ കാണുകയാണ്. Jesus sees a man that is blind from birth. യോഹന്നാൻ സുവിശേഷം 9-ാമത്തെ അധ്യായം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഒരു പ്രത്യേക ഫ്രേസ് കൂടിയാണ്. അതിങ്ങനെയാ പറയുന്നത്, അവൻ കടന്നു പോകുമ്പോൾ. You know, John's Gospel chapter 9, the words that gives introduction uses very unique introduction. This is what it says: "As he went along." As Jesus passed by, went along. As Jesus passed by or went along. Hallelujah. അവൻ കടന്നു പോകുമ്പോൾ. As Jesus went along. You need to underline that verse. Hallelujah.
As he went along. ഇതിനെന്താ ഇത്രമാത്രം പ്രാധാന്യത? So you might be wondering, why is these words so important? അവൻ കടന്നു പോകുമ്പോൾ, As he went along. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഇത് മറക്കരുത് കേട്ടോ, ആ ഭാഗം മറക്കരുത്. അവൻ കടന്നു പോകുമ്പോൾ. So don't forget that phrase, as he went along. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 8-ാമത്തെ അധ്യായത്തിൽ യേശുനാഥൻ എവിടെയൊക്കെയോ നടന്നു പോയി. So that means when the words in chapter 9 uses as he went along, meaning in chapter 8 he was going through some places that he ended up going in some place in chapter 9. യേശു കർത്താവ് 8-ാം അധ്യായത്തിൽ ഏതെല്ലോ സ്ഥലങ്ങളിൽ കടന്നുപോയി, ഏതെല്ലാം സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി എന്നുള്ളത് 8-ാമത്തെ അധ്യായം സവിസ്തരം അത് വിശകലനം ചെയ്യുന്നു. Chapter 8 of John's Gospel talks about what other places Jesus went through and what are the circumstances he went through to reach chapter 9. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ കടന്നു ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശു കുരുടനെ കണ്ടു. And chapter 8 Jesus goes through certain circumstances and situation, and then he passes along this blind man in chapter 9. ഹല്ലേലൂയ. Hallelujah. അപ്പം 8-ാം അധ്യായം പറയുന്നതെല്ലാം യേശു കടന്നുപോയ സാഹചര്യം. So chapter 8 talks about every situation that Jesus Christ passed through. ഇത് ഇവിടെ ഇന്ന് പകൽ ദൈവാത്മാവിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം എവിടെയൊക്കെ കണക്ട് ആകുന്നു എങ്കിൽ ദൈവത്തോട് കൂടുതൽ നന്ദി പറഞ്ഞ് കർത്താവിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. Today morning, but as the Holy Spirit leads, when we're studying this word, you might resemble yourself at certain situations that Jesus Christ passed through, and if you are able to relate, you need to thank the Holy Spirit, because the Holy Spirit is reminding that you need to come back to Jesus. ഹല്ലേലൂയ. അപ്പോൾ 8-ാം അധ്യായം നമുക്കൊന്ന് ധ്യാനിക്കാം. So now let's study chapter 8. എന്നിട്ട് അവസാനമായി കുറിവാക്യവുമായി ബന്ധപ്പെട്ട് നിർത്തുവാൻ പോകുകയാണ്. And we'll study chapter 8 and we'll finish off with our key verse in chapter 9. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. So chapter 8, we'll meditate on verse number 30. എന്താണത് പറയുന്നത്? What does it say? പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. മതി. The Pharisees challenged him. Here you are, appearing as your own witness. Your testimony is not valid. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഫരീശന്മാർ യേശുവിനെ 8-ാം അധ്യായത്തിൽ അവൻ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കണ്ടുമുട്ടി. And here you see a circumstance, a situation where Jesus Christ is passing through Pharisees, and that's what you see in chapter 8. ഹല്ലേലൂയ. അപ്പോൾ പരീശന്മാർ യേശുവിനെ കണ്ടപ്പോൾ യേശുവിന്റെ മുഖത്ത് നോക്കി യേശുവിനോട് പറയുന്ന ഒരു കാര്യമാണ് അവർ കേട്ടത്. പരീശന്മാർ പറയുകയാണ്, യേശു കർത്താവേ, യേശുവേ, നീ പറയുന്ന സാക്ഷ്യങ്ങളൊന്നും നേരല്ല, അത് സത്യമല്ല. You know, when Pharisees see Jesus in chapter 8, they give a big statement saying, here you are, appearing as your own witness, your testimony is not valid. ഹല്ലേലൂയ. Hallelujah. അതൊന്നും സത്യമല്ല, എല്ലാം ചുമ്മാതാണ് ഈ പറയുന്നത് Pharisees എന്ന് are saying, പറയുന്നു. Jesus, whatever you're saying is a lie, it's not the truth. ഹല്ലേലൂയ. Hallelujah. ഇങ്ങനെ ഒരു പറയുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ കൂടി യേശു കടന്നു പോകുകയാണ്. So what you're understanding is Jesus Christ is passing through a group of people that is accusing him of his own testimony. പരീശന്മാർ സാക്ഷാൽ യേശുവിന്റെ മുഖം നോക്കിയാ പറയുന്നേ, നിന്റെ സാക്ഷ്യം ശരിയല്ല. You need to understand here, Pharisees are looking at the face of Jesus and accusing him, saying that his testimony is not valid. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയണം, ഇതൊരു പൈശാചികമായ ഒരു തന്ത്രമാണ്. You need to understand that this is പൈശാചികമായ satanic way of tactic. it's a satanic tactic. ഹല്ലേലൂയ. Hallelujah. മനസ്സിലാക്കണം. You need to understand സത്യമായ യേശു, that Jesus who's true, ജീവനായ യേശു, that Jesus who's alive, മശിയയാകുന്ന യേശു, Jesus who's the Messiah, കർത്താവാകുന്ന യേശു, Jesus who is God. ഈ വഴി ദൂരം നടന്നു വരുമ്പോൾ പരീശന്മാർ നോക്കി അവന്റെ മുഖത്ത് നോക്കി പറയാൻ, നിന്റെ സാക്ഷ്യം നേരുള്ളതല്ല, എല്ലാം ചുമ്മാതാണ്. So when Jesus Christ, when he's all of this, he's passing through a group of Pharisees who's looking at his face and he's saying, your testimony is not valid. ആമേൻ. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇനി താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴാണ് അതിന്റെ ഹല്ലേലൂയ സാഹചര്യത്തിന്റെ കോർ മോട്ടോസ്
മനസ്സിലാക്കാൻ And കഴിയും. as you read verse 13 down, you will understand the core motive behind Pharisees saying this. ഏറ്റവും വലിയ സാത്താന്യ ആയുധം എന്തെന്നറിയാമോ Do you know നിങ്ങൾക്ക്? what is the greatest weapon of Satan? ഒന്ന് സംശയം കൊണ്ടിരിക, First is confusion. രണ്ട് തെറ്റിദ്ധരിപ്പിക്കുക. Second is to give you a wrong, is to misunderstand, causing you misunderstanding. ഹല്ലേലൂയ. Hallelujah. അത് പൈശാചിക ആയുധമാണ് കേട്ടോ. That is a weapon of Satan. ഒന്ന് ഡൗട്ട് കൊണ്ടിരിക്കുക. First is to bring doubt. ഹല്ലേലൂയ. സംശയത്തെ ഉണ്ടാക്കുക. Constantly giving you doubts in your mind. ഹല്ലേലൂയ. ഡൗട്ടുകളെ കൊണ്ടുവന്നിട്ട് Constantly giving you doubts in your mind. തെറ്റിദ്ധരിപ്പിക്കുക. And always causing you doubts, causing you to misunderstand ഹല്ലേലൂയ. situations. ദൈവം ഒരിക്കലും സംശയം കൊണ്ടുവരുന്നവനല്ല. Because God is not a God who gives you doubts. ഇന്ന് പകൽക്കാലം എന്റെ കൂടെ നിങ്ങൾ വരണം കേട്ടോ. Today morning you need to share, come along with my thoughts. ദൈവം ശരിയായ ധാരണകളെ മാത്രം കൊണ്ടുവരുന്നവനാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നവനല്ല. God is a God who brings clear understanding. He is not a God that brings you doubts and misunderstandings. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് അതിന് How സന്തോഷമുണ്ട്? many of you can say എന്നാൽ hallelujah? പിശാചിന്റെ പ്രവൃത്തി, But you know, Satan's work, അവൻ തെറ്റായ ധാരണകളെ ഹല്ലേലൂയ തരുന്നവനാണ്. his duty and his main tactic is to give you doubts and misunderstanding. ഹല്ലേലൂയ. എപ്പോഴും നമുക്ക് ഡൗട്ടുകളാണ്. And always you are in this place of doubt. ഞാൻ ശരിയായ ദൈവ പൈതലാണോ? You might be asking yourself this question or doubting yourself, am I really a child of God? ഹല്ലേലൂയ. ഞാൻ ശരിക്കും കർത്താവിന്റെ ഒരു കുഞ്ഞാണോ? Am I really this child of God that I proclaim to be? സത്യത്തിൽ കർത്താവ് ഉണ്ടോ? ദൈവമുണ്ടോ? Sometimes you might even doubt yourself and ask, is there real Jesus? എന്റെ സാഹചര്യം നോക്കിയോ ദൈവം ഉണ്ടെന്ന് എങ്ങനെയാ പറയുന്നത്? And because when you might be looking at your own life and you might be doubting, is how can I look at my own life and say there is a God? അത് പൈശാചികമായ ഒരു ഹല്ലേലൂയ thought provoking ആണ്. And that is a satanic thought that comes into your mind when you doubt. ഡൗട്ടിനെ കൊണ്ടുവരിക, His duty is to bring doubt, തെറ്റിദ്ധരിപ്പിക്കുക. to cause you misunderstanding. യേശു പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. And here Jesus says one word that is really mind-boggling. ആദി മുതലേ അവൻ കള്ളനാണെന്നാ പറയുന്നത്. Here the Pharisee says that അല്ല, യേശു കർത്താവ് പിശാചിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ന്യൂ ടെസ്റ്റ്മെന്റില് അവൻ ആദി മുതലേ അവൻ കള്ളനാണ്. Jesus says about Satan that from the beginning he is a liar. അവൻ ആ തോട്ടത്തിൽ വന്ന് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Do you remember the question that Satan asks in the Garden of Eden? നിശ്ചയമായും ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? Are you sure that God said not to eat from this tree? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. Just think about it. Did he really say? കാമായിട്ടാ കേട്ടോ അവൻ ചോദിക്കുന്നത്. And Satan asks Adam and Eve very calmly. Polite ആയിട്ടാ ചോദിക്കുന്നത്. Satan is asking very politely. നിശ്ചയമായും ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? Satan is asking Eve, are you sure God said not to eat from this tree? സംശയം കൊണ്ടിരുക, സംശയം. Here Satan is bringing doubt. ഹല്ലേലൂയ. രണ്ടാമത് പറഞ്ഞത് എങ്ങനെയാ അറിയോ? അടുത്ത ചിന്ത ഭയങ്കരമാണ്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്. The second thing that Satan says is what? നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ അവനെ പോലെ ആകും. ഹല്ലേലൂയ. അത് അവന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത്. You know what Satan says? The second thing he says is, if you eat this fruit, you will become like him. You know why he says that? Is because he doesn't like it. Hallelujah. അവനെ പോലെ നിങ്ങൾ ആകുന്നത് അവന് ഇഷ്ടം. That he doesn't like you to be like him. അതുകൊണ്ടാണ് അത് ഈ പറയുന്ന രീതി വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ അങ്ങനെ സംഭവിക്കും, അതൊന്നും പാടില്ല എന്നുള്ളത് ആ ഒരു മീനിങ്ങിൽ അത് പറയുന്നത്. That's why he says it in that meaning that if you eat it, അവനെ തെറ്റിദ്ധരിപ്പിക്കുക. His job is to cause you. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അല്ലെങ്കിൽ ഒരു അകലിച്ച കൊണ്ടിരിക്കുക. His main job is to create distance between you and God. ഹല്ലേലൂയ. ഇങ്ങനെ വിഷങ്ങൾ തുപ്പുന്ന പിശാചുകൾ ഇന്നുമുണ്ട് കേട്ടോ. And you know there are satanic powers that spit out poisonous things like this even today. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. മനസ്സിലാക്കണം. You need to understand this. അത് സമൂഹത്തിലാണെങ്കിലും അങ്ങനെയുള്ള വിഷപ്പാമ്പുകളുണ്ട്. You know, even in the society that you live in, there are poisonous snakes. ചിലപ്പോൾ അത് സഭയിലും അങ്ങനെയുള്ളവരുണ്ട്. Sometimes even in the church there can be
people that will cause you, that will do these things. സംശയം കൊണ്ടില്ല, That will people that will bring you doubt. അത് തെറ്റിദ്ധരിപ്പിക്കുക. That people that will cause you misunderstanding. ചിലപ്പോൾ അത് കുടുംബത്തിൽ കണ്ടേക്കാം. Sometimes these people might be in your own families. അത് ആരും തന്നെയാണെങ്കിലും ഒരു പൈശാചികമായ പ്രവൃത്തിയാണ്. Doesn't matter who it be. This is the attack of the enemy. അതിനെ തിരിച്ചറിയാൻ ഒരു ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. And for that you need God's grace for you to discern that this is the attack of the enemy. അവൻ ചെയ്യുന്ന 3 പ്രത്യേക കാര്യങ്ങൾ. There are 3 things that he does. അവൻ ഐക്യതയെ കെടുത്തു വന്നു. The first thing Satan does is to break unity. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. 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 അതായത് ആദാമും അവയും ദൈവമായിട്ടുള്ള ആ ബന്ധം, ആ യൂണിറ്റിയെ ഇല്ലാതാക്കി. The first thing Satan aims is to break unity, like the unity that Adam and Eve and God had. ഹല്ലേലൂയ. Hallelujah. അതിനെ തകർക്കുക. To break this unity, അവരുടെ ഉള്ളിലേക്ക് സംശയത്തെ കൊണ്ടുവരിക. to break this unity by bringing doubt. ഹല്ലേലൂയ. Hallelujah. എപ്പോഴും സംശയം. Always doubting. ഹല്ലേലൂയ. Hallelujah. Thank you Lord. അവന്റെ ശരീരത്തെ കുറിച്ചുള്ള സംശയം. A doubting about their own body. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മുടെ അടുത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്നു. Once there was a sister in our church. ഹല്ലേലൂയ. In our church. ഹല്ലേലൂയ. ആ സഹോദരിക്ക് എപ്പോഴും സംശയമാണ്. This sister is constantly has doubts. ഹല്ലേലൂയ. എവിടെയെങ്കിലും ശരീരത്തിന് വേദനകൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ആ പുള്ളിക്കാരത്തിക്ക് വേദനയുടെ ആ ഒരു സംശയം ഉണ്ടാകുന്നത്. And you know, when this sister starts having pain in her body, she's constantly doubting and she's fearful. ഹല്ലേലൂയ. നെഞ്ചിന് വേദന വരുമ്പോഴേ ആ സഹോദരിക്ക് പേടി തുടങ്ങും. And you know, when a small pain comes into her chest, she starts doubting. ഹല്ലേലൂയ. Hallelujah. പെട്ടെന്ന് കരയാൻ തുടങ്ങും. She starts weeping. ഹല്ലേലൂയ. പെട്ടെന്ന് വിഷമിക്കാൻ She തുടങ്ങും. starts becoming sad. മൗനമായിരിക്കാൻ She തുടങ്ങും. becomes quiet. ഹല്ലേലൂയ. Hallelujah. ഭർത്താവിന് എപ്പോഴും നോക്കുമ്പോൾ ഈ സഹോദരി എപ്പോഴും ഡള്ള. And whenever the husband looks at this lady, she's always dull. കാരണം എന്നാ പറയുക, എപ്പോഴും സംശയം. Because she's always doubtful. ഹല്ലേലൂയ. എനിക്ക് എന്തെങ്കിലും രോഗമാണ്. And she's doubting herself, is there any sickness in my body? ക്യാൻസറിന്റെ എന്തോ ഒരു ലക്ഷണം. Is there cancer in my body? ഹല്ലേലൂയ. Hallelujah. എന്നിട്ട് ആ സഹോദരി പിന്നെ പെട്ടെന്ന് ചെയ്ത് ആ പുള്ളിക്കാരത്തിന്റെ ആ സംശയം മാറ്റാൻ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിലേക്ക്. And you know, to solve her doubt, to clarify her doubt, she goes to a hospital. ഹല്ലേലൂയ. എന്നിട്ട് CT സ്കാൻ എടുക്കും. And then she takes a CT scan. MRI സ്കാൻ എടുക്കും. She takes an MRI scan. എല്ലാത്തിനും നോർമൽ. And in every scan, she's normal. ഹല്ലേലൂയ. Hallelujah. 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 ഹല്ലേലൂയ. Hallelujah. അത് ഒരു വട്ടമല്ല പലവട്ടം ഇത് സഹോദരി ചെയ്തു. Not one time, she does this multiple times. അത് എപ്പോഴൊക്കെ ഇത് സംഭവിക്കും അവൾക്ക് പേടി കൂടും. Whenever this happens, a pain comes in her body, she has ആ doubt. പേടി ഉണ്ടാകാൻ കാരണം ഈ ഡൗട്ടാണ്. And the reason for her fear is the doubt that she has. അത് തന്നെയായിരുന്നു ശിഷ്യന്മാർക്കും പടകിലുണ്ടായിരുന്നത്. And that is the same problem the disciples had. അല്ലെങ്കിൽ ഓളങ്ങളും തിരമാലകളും വരുവാൻ തുടങ്ങിയപ്പോൾ ഭയം ഉണ്ടായതിന്റെ കാരണം അതിന്റെ മുന്നിൽ അവരെ ഭരിച്ച ഡൗട്ടാണ്. The disciples, even when they were on the boat and the storms and the waves came, their fear came in them. The reason for the fear is the doubt that they had. കെട്ടുപോകുമോ? That doubt, will I drown? അല്ലെങ്കിൽ ഇവിടെ മുങ്ങിപ്പോകുമോ? Will I sink? അല്ലെങ്കിൽ അക്കരെ കടക്കുവാൻ കഴിയത്തില്ലയോ? Will I even cross to the other side? പരീശന്മാർ യേശുവിനോട് പറയുന്നത് നിന്റെ സാക്ഷ്യം നേരല്ല. Here the Pharisees are looking at Jesus' face and saying, your testimony is not valid. ട്രൂ അല്ല. Your testimony is not true. ഹല്ലേലൂയ. അപ്പോൾ യേശു എന്തിനൊക്കെയാ കടന്നു പോകുന്നത്? So what is Jesus Christ now passing through? അല്ലെ, നിനക്ക് സാക്ഷിയില്ലാത്തവനാണ് എന്ന് നേരിട്ട് പറയുന്ന ഒരു കൂട്ടത്തിന്റെ ഇടയിൽ കൂടി യേശു നടന്നു. Now Jesus Christ is passing through a group of people that is accusing him and saying, your testimony is not true. മനസ്സിലാകുന്നുണ്ടോ? Are you able to understand? 8ാം അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ കുരുടനെ കണ്ടു എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൽ കടന്നു പോകുമ്പോഴാ ഈ കുരുടനെ കാണുന്നത് So you എന്നാണ് need to understand in chapter 9 it talks about he went as he was passing by a blind man from birth. You need to understand the context of him passing by. So he's passing by a group of people that was questioning his testimony. Hallelujah. Hallelujah. നിന്റെ സാക്ഷ്യം ശരിയല്ല എന്ന് പറയുന്നവരുടെ ഇടയിൽ കൂടി യേശു നടന്നു പോകുക. And here Jesus Christ is passing through a group of people that is questioning and saying to him, your testimony is not true. ഇനി ഭയങ്കരമായ മറ്റൊരു ചിന്ത അതിന്റെ 41ാം വാക്യത്തിലുണ്ട്. And here there is a profound thought in verse number 41. ഹല്ലേലൂയ. അവൻ യേശു ആരുടെ ഇടയിൽ കൂടി നടന്നുപോയി എന്ന് അവിടെ മനസ്സിലാക്കാൻ കഴിയും. You will understand who Jesus Christ passed through. അതൊന്ന് വായിച്ചേ. You
are doing the works of your own father. We are not illegitimate children, they protested. The only father we have is God himself. ഹല്ലേലൂയ. ഇവിടെ കണ്ടോ നിങ്ങൾ? So you understand that another group of people, യേശു കർത്താവിനോട് അവർ ചോദിക്കുന്നുണ്ട്, നിന്റെ പിതാവ് ആരാ? here you find another group of people asking him, questioning him a second time and saying, who is your father? പരീശന്മാർ പറയുക, Your Pharisees are saying to we Jesus, are not born of fornication. we are not born by fornication. വ്യഭിചാരത്തിൽ മൂലമുണ്ടായവരല്ല നമ്മൾ. We are not born by fornication. നമുക്ക് ഒരപ്പനേ ഉള്ളൂ. We only have one father. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഞങ്ങൾ വ്യഭിചാരത്താൽ ജനിച്ചവരല്ല. We are not illegitimate children. പച്ചയ്ക്ക് മലയാളത്തിൽ പറഞ്ഞ നിന്റെ അപ്പൻ ആരാ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. Here, what it means is the Pharisees are questioning Jesus. Who is your father? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ലെജിറ്റിമേറ്റ് ആയിട്ട്, നമ്മളൊക്കെ ന്യായപ്രകാരം, നമ്മളൊക്കെ വ്യഭിചാരിയിൽ കൂടിയല്ല ജനിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഇവര് പറയുക, നീയോ ഇങ്ങനെയാണെന്നാണ് വരുത്തി കൂട്ടുന്നത്. Here, what Pharisees are saying to Jesus is that we are legitimate children, unlike you, who you don't even know who your father is. ഹല്ലേലൂയ. Hallelujah. കണ്ടില്ലേ യേശു കർത്താവ് കടന്നു പോകുന്ന പാത? So, do you understand what Jesus Christ is passing through? ഹല്ലേലൂയ. Hallelujah. സാക്ഷ്യം ശരിയല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുടെ First, you see a group of people that is accusing him of his own testimony. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധ യേശുവിനെ നോക്കി പറയുകയാണ്, ഈവൻ നിന്റെ അല്ലെങ്കിൽ അപ്പനാരാണെന്ന് ചോദിക്കുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നു. And second, you see Jesus is passing through a group that is questioning his own birth and his father. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരോട് ഇടപെടുകയാണ്? And today morning, the Holy Spirit is speaking to someone in this ആരോട് place. ഇടപെടുകയാണ്? The Holy Spirit is speaking to someone in this ഹല്ലേലൂയ. place. നിന്റെ ജീവിതത്തിൽ നേരായി നീ നടന്നിട്ട് നിന്റെ സാക്ഷ്യം ശരിയല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. Even though you are walking in the right path, in the Lord's path, there are people that are raising their voices against you and saying that your testimony is false. Hallelujah. Hallelujah. Oh, thank you, Jesus. Thank you, Jesus. നിന്നെ കുറിച്ച് അപവാദങ്ങളും അവമാനങ്ങളും പറയുന്ന ഒരു അനുഭവം നിനക്ക് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. Today morning, if you have ever experienced a situation when people are rising up against you and saying whatever you are saying is true, is lies, and they have mocked you. Hallelujah. The Holy Spirit is ആരെങ്കിലും നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Today morning, if anyone has criticized you, the Holy Spirit has something to say to you. Hallelujah. Hallelujah. പരീശന്മാർ യേശുവിന്റെ മുഖം നോക്കിയാ പറയും. And you know, the Pharisees are looking at the face of Jesus and accusing him. എന്താണ് ഇവരെ ഇത്രയും പ്രൊവോക്ക് ചെയ്തതിന്റെ So കാര്യം? what is this that is provoking this group of people that are called the Pharisees to say such a thing to Jesus? എന്താണ് അവരെ അതിനെ ഏൽപ്പിച്ചത്? So what is that is motivating the Pharisees to accuse Jesus? ഇവരെ പ്രൊവോക്ക് ചെയ്തത് എന്തെന്ന് പറഞ്ഞാൽ വചനം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. സ്ത്രീ അവിടെ ഒരു വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ഒരു സ്ത്രീയെ യേശുവിന്റെ മുൻപിലേക്ക് വളരെ വെൽ പ്ലാനോട് കൂടി കൊണ്ടിരിക്കുക. Here, the reason for the Pharisees to start accusing Jesus, there is a situation that has led to the Pharisees to have a reaction like this. The situation is, the Pharisees have brought a lady that has been caught in the act of prostitution, very planned and in a decisive manner in front of Jesus. Very planned, very planned. They have brought this lady that has been caught in prostitution in a very planned manner. Verse 3 Verse number 3. 8:3. എന്താണ് പറയുന്നത്? Verse number 3. The teachers of the law and the Pharisees brought in a woman caught in adultery. And വായിച്ചോട്ടെ. They made her stand before the group and said to Jesus, "Teacher, this woman was caught in the act of adultery. In the law, Moses commanded us to stone such women. Now what do you say?" They were using this question as a trap. As a trap. So the Pharisees were using this question to trap Jesus. Hallelujah. യേശുവിനെ കുടുക്കുവാൻ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു അഡൾട്ടറിയിൽ പിടിക്കപ്പെട്ട അതിന് വ്യഭിചാര കർമ്മത്തിൽ തുടങ്ങിയ ഒരു സ്ത്രീയെ യേശുവിന്റെയും ജനത്തിന്റെയും മുൻപിൽ കൊണ്ടുവന്നു. So a group of Pharisees, to plan the downfall of Jesus, to trap him, has caught this woman and has planned a trap to trap Jesus. ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെ യേശുവിനെ കൊടുക്കണം.
their only motive is to trap Jesus. അതല്ല, ഏതെങ്കിലും രീതിയിൽ ഇവനെ കുടുക്കി വെച്ചിരിക്കണം. Their plan and one and only motive is to trap Jesus somehow. ഹല്ലേലൂയ. ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിയിട്ട് അവളുടെ ഹല്ലേലൂയ പേര് പറഞ്ഞ് യേശുവിനെ കുടുക്കുക എന്നുള്ള വളരെ തന്ത്രപരമായ വിഷയം. Here the Pharisees are strategically planning by placing a lady that is been caught in the act of prostitution and going to trap him with a divisive plan. യേശുവിനോട് അവർ പറഞ്ഞു, And they said to Jesus, ഗുരുവേ, ടീച്ചർ, Teacher, ഹല്ലേലൂയ, ഇവൾ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടതാണ്. she has been caught in the act of adultery. കേസ് ഇതാകട്ടെ. This is the case. ഹല്ലേലൂയ. Hallelujah. മോശയുടെ പ്രമാണത്തിൽ, ന്യായ പ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. As per the law of Moses, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള ഒരു പ്രമാണം മോശയുടെ പ്രമാണത്തിലുണ്ട്. the law of Moses says, if a lady is caught with such an act, we should stone her. ഹല്ലേലൂയ. അപ്പോൾ ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത്? So what do they have in their hands? എന്താ ഉള്ളത്? What do they have in their hands? കല്ലുകളാണ്. They have stones in their അല്ല, hands. ഇവരുടെ ലക്ഷ്യം Their aim ഈ സ്ത്രീയെ കല്ലുകൊണ്ട് എറിയാനുള്ളതല്ല. Their aim with the stones is not to throw the stones at the lady. പിന്നെ എന്തിനാ ഇവര് കല്ല് So പിടിച്ചത്? why are they holding these stones? യേശുവിനെ എങ്ങനെയും കൊടുക്കണം, They need to trap Jesus എന്നിട്ട് യേശുവിന്റെ മേൽ കല്ലെറിയും. and to throw the stones at Jesus. Hallelujah. ഈ അധ്യായം മുഴുവനും വായിച്ചു വരുമ്പോൾ അവിടെ ഈ പ്രത്യേകിച്ച് വളരെ വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന കല്ലുകൾ യേശുവിനെ എറിയുവാൻ വേണ്ടി വെച്ചിരുന്നു. If you read this chapter carefully, it clearly states that the stones in the hands of the Pharisee was not meant to throw on the lady, but was meant to throw on Jesus. ഹല്ലേലൂയ. Hallelujah. നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് അവരുടെ കയ്യിലുള്ള കല്ല് സ്ത്രീയെ എറിയാനാണെന്നാണ്. Normally our thought is that the stones in the hands of the Pharisees were for that lady. ഹല്ലേലൂയ. Hallelujah. പക്ഷെ ശരിക്കും അങ്ങനെയല്ല കേട്ടോ. But the truth is not that. യേശുവിനെ എറിയാൻ അവർ കയ്യിൽ കല്ല് വെച്ചത്. The stones was for Jesus. കാരണം ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ ഒരു ചോദ്യത്തിൽ രണ്ട് ഉത്തരമാണ് സാധാരണ ലഭ്യമാകേണ്ടത്. You know, but from a man's question, there are only two answers. ഒന്നെങ്കിൽ യെസ് പറയണം, Either it's yes ഇല്ലെങ്കിൽ നോ പറയണം. or either it's no. ഹല്ലേലൂയ. Hallelujah. ഒന്നിൽ യേശു പറയണം, കല്ലെറിഞ്ഞു കൊള്ളുക എന്ന് പറയണം. Now Jesus, being a man, Jesus has to respond either two ways. Either he has to say yes, throw the stone, അല്ലെങ്കിൽ യേശു പറയണം, കല്ലെറിയരുത്. or he has to say no, don't throw the stone. പക്ഷേ യേശു അവരോട് പറഞ്ഞത് ഇവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. But the Pharisee, Jesus asked them a question that the Pharisees did not expect. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. യേശു ഇങ്ങനെ പറയുന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. They never expected Jesus to respond like this. ഹല്ലേലൂയ. Hallelujah. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവൾക്ക് കല്ലെറിയട്ടെ. Jesus responds to them by saying, you who is without sin, throw the first stone. ഹല്ലേലൂയ. Hallelujah. യേശു പറയുന്നത് ഇവളെ കല്ല് എറിയരുത്, ഇവളെ കല്ല് എറിയാൻ പാടില്ല എന്നുള്ളതല്ല പറയുന്നത്, മറിച്ച് യേശു പറയുന്നത് നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ഇവളിൽ കല്ലെറിയട്ടെ. Here Jesus Christ is not saying a yes or a no, but he's saying a statement, you without sin, throw the first stone. ഹല്ലേലൂയ. അങ്ങനെ അഥവാ കല്ല് എറിയാൻ പാടില്ല, കല്ല് എറിയരുത് എന്ന് യേശു പറഞ്ഞാൽ അവർ പെട്ടെന്ന് പറയും, ഇവൻ കണ്ടോ, ഇവൻ ദുരുപദേശകനാണ്. If, for example, if Jesus would have responded saying, no, don't throw the stone, the Pharisees would have accused him saying, oh, look, he's breaking the law. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എങ്ങനെയാണ് യേശുവിനെ കൊടുക്കണം? They just need, the only one motive is to trap Jesus. ഹല്ലേലൂയ. ഒരുപക്ഷേ യേശു കല്ലെറിയുവാനായി ഒരു പെർമിഷൻ കൊടുത്തിരുന്നെങ്കിലോ? Just imagine if his answer was, yes, you throw the stone, ഹല്ലേലൂയ. അപ്പൊ അവര് പറഞ്ഞേനെ, and then they would have said, കണ്ടില്ലേ ഇവൻ പറഞ്ഞെടുക്ക, ഞാൻ പാപികളുടെ സ്നേഹിതനാണ്, ഞാൻ പാപികളെ രക്ഷിക്കുന്നവനാണ്, എന്നിട്ടാണ് ഇവൻ ഇത് ചെയ്യുന്നതെന്ന് പറയും. in fact, if Jesus would have said yes through the stone, the Pharisees would have accused him saying, look, this is the guy that is preaching, he's the friend of sinners, and he's come for the sinners, and he's saying to us to throw the stone at the sinner.
Hallelujah. 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 ഇന്ന് പകൽക്കാലം മനസ്സ് എങ്ങനെയെങ്കിലും കൊടുക്കുക. So today morning, understand, they were trying to trap Jesus with ഇന്ന് a question. പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരോട് ഇടപെട്ടു? So today morning, the Holy Spirit is speaking to someone. നിങ്ങളുടെ ആത്മീക ജീവിതത്തെ ഏതെങ്കിലും വിധത്തിൽ കുടുക്കുവാൻ ശത്രു ഹല്ലേലൂയ ശ്രമിക്കും കേട്ടോ. You know, the evil of this world is trying to trap you from being close to God. Hallelujah. Hallelujah. എങ്ങനെയെങ്കിലും നിങ്ങളെ കുടുക്കുക. The one motive of the evil is to trap you somehow. ഇന്ന് പകൽക്കാലത്തിന്റെ മേൽ ഒരു ജയത്തെ നമുക്ക് But പ്രാപിക്കേണ്ടതാണ്. today morning, let me say, you need a victory over this trap. Hallelujah. Hallelujah. ഓ കുടുക്കുവാൻ നോക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ ഇടയിൽ കൂടി യേശു നടന്നു പോകുകയാണ്. And Jesus Christ now is passing through a group that is trying to trap him. നീ സാക്ഷ്യമില്ലാത്തവനാണ്. This group is trying to accuse him by saying your testimony is not valid. ഹല്ലേലൂയ. നിന്റെ അപ്പനാരാണെന്ന് Who is ചോദിക്കുന്നു. your father? And accusing. ഹല്ലേലൂയ. പ്രത്യേക ഒരു സ്പിരിറ്റ് അവർ ക്യാരി They ചെയ്തു. are all carrying a different spirit. ഹല്ലേലൂയ. ഒരു ജലസി A സ്പിരിറ്റ്. spirit of jealousy. ഹല്ലേലൂയ. Hallelujah. പലരും ഇന്ന് പകൽക്കാലം നീ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, Today morning, if you're standing for God, കർത്താവിന്റെ വചനത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ, and if you're standing for the word of God, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, and you're standing for God, ഹല്ലേലൂയ, ജലസി സ്പിരിറ്റ് ഉള്ളവരെ തിരിച്ചറിയുവാൻ കർത്താവ് കൃപ തരും. and let God give you the spirit that will help you discern and find out the spirit of jealousy. ഹല്ലേലൂയ. Hallelujah. Hallelujah. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തരും. And you know what? When the spirit of discernment comes, you don't accuse them. You start praying for them. Hallelujah. Thank you, Lord. Thank you, Lord. ഈ ജലസി സ്പിരിറ്റ് ഉള്ളവരെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? Do you know what people with the jealousy spirit do? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പറയും. They tell you things that are not. They say it as if it was. അതാണ് അതിന്റെ ലക്ഷണം. And that is the sign of a jealousy ചുമ്മാ spirit. അത് ഇതൊക്കെ നിന്നെ കുറിച്ച് പറയുക. They simply start saying things about you that were not true. ഹല്ലേലൂയ. വാലിഡ് അല്ലാത്തതിനെ And പറയുക. those things are not valid. They say about these things നിന്നെ about you. കുറിച്ച് എന്തെങ്കിലും പറയാതെ അവർക്ക് പറ്റത്തില്ല. And these people don't feel peace without saying something that is not true about you. ഹല്ലേലൂയ. Hallelujah. Thank you, Lord. Thank you, Lord. യേശു അവരുടെ ഇടയിൽ കൂടിയാണ് നടന്നത്. And Jesus Christ is passing through a group of people that have the same ചോദ്യം condition. ചെയ്യുന്നവരുടെ നടുവിൽ കൂടി, Jesus is passing through a group of people that is asking him questions. അത് ക്രിട്ടിസൈസ് ചെയ്യുന്നവരുടെ നടുവിൽ കൂടി, Jesus is passing through a group of people that is criticizing him. അവമാനിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ Jesus Christ കൂടി. is passing through a group of people that is mocking him. അതിനുശേഷം ഫർദർ നമ്മൾ വായിച്ചാൽ 48-ാം വാക്യത്തില് അവർ ഒരുമനപ്പെട്ട് പറയുകയാണ്, നീ ഒരു ശമരിയക്കാരനാണ്, നിന്നിൽ ഭൂതമുണ്ടെന്നാ പറയുന്നത്. And you know, if you read verses down onwards in 48, it says, Jews say to him, or Jews accuse Jesus saying, aren't we right in saying that you are a Samaritan and demon possessed? കണ്ടില്ലേ യേശുവിനെ കുറിച്ച് അവർ പറയുന്നത് നിന്റെ ഉള്ളിൽ ആവസിക്കുന്നത് ഡീമനാണ്. Here, the Pharisees are accusing him of another thing, that the spirit that you have in you is a spirit that is demon. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശു കടന്നു പോകുന്ന വഴിയൊന്നും നമ്മൾ ശ്രദ്ധിച്ചു. So now you're able to reflect on the journey that Jesus is going through. ഹല്ലേലൂയ. Passed by. He's passing by a group Hallelujah. of people. Hallelujah. A Hallelujah. group of people who is criticizing A him. group of people that is criticizing A him. group of people who is questioning A him. group of people that is questioning A him. group of people who is challenging A him. group of people that is challenging Hallelujah. him. Hallelujah. ഓ, ഇവിടെ നോക്കുക, ഇവിടെ യേശുവിനെ കുറിച്ച് അവർ പറയുന്നത് നിന്നിൽ ഭൂതമുണ്ട്. Here another group of people are saying, here you have a spirit that is demon possessed. ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അറ്റ കൈക്ക് അവസാനം പറയുന്നതാണ് ഇവനൊരു പിശാചാണ്. You know, ഒന്നും നടക്കാതെ വരുമ്പോൾ അവസാനം പറയും ഇവന് ഭൂതമുള്ളവനാണ്. you know when something does not happen, you start saying this man is demon possessed. Hallelujah. അസ്വസ്ഥത കൊണ്ട് പറയുന്നത് കേട്ടോ. They say it out of their Irritation behavior. അവർക്ക് എന്തൊക്കെയോ ഒരു വിഷമത കൊണ്ട് പറയുന്നത്. Because the Pharisees have tried all their work. Now ജലസി സ്പിരിറ്റ് കൊണ്ട് പറയുന്നത്. out of the jealousy spirit, they tried all their work. Now out of this, they need to say something. So out of the jealousy spirit, they say the last thing is you have a demon possession. അവർക്ക് പുറത്തേക്ക് തള്ളുവാൻ പുറത്താക്കുവാൻ കഴിയാത്ത പിശാചിനെ യേശു അതിന് പുറത്താക്കിയപ്പോ യേശുവിനെ നോക്കി അവർ ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അത് നീ ഭൂതങ്ങളുടെ തലവനായ അത് ബെൽസുബാലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് അവർക്ക് പുറത്ത്
പുറത്താക്കുവാൻ കഴിയാത്ത ഭൂതങ്ങളെ യേശു പുറത്താക്കിയപ്പോൾ ഇവർ യേശുവിനെ നോക്കി പറയുകയാണ്, ഹല്ലേലൂയ, ഭൂതങ്ങളുടെ തലവനായ ഒരുവനുണ്ട്, അവന്റെ സഹായത്തിലാണ് നീ ഇവരുടെ ഭൂതങ്ങളെ പുറത്താക്കുക. So when the Pharisees were not able to set someone free from the evil spirits, and when Jesus Christ sets this same person away from the evil spirit, you know what the Pharisees said to Jesus? You are setting them free from because you are having the evil spirit in you. That's why you're able to set them free. Hallelujah. You are the head of the demonic forces. Demonic forces. Hallelujah. Hallelujah. പക്ഷേ യേശു അതിന് നല്ല മറുപടി പറയുന്നുണ്ട് കേട്ടോ. But Jesus responds in a wonderful manner. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണേ. And you need to understand one thing. പിശാച് ഒരിക്കലും തമ്മിലടി ഉണ്ടാക്കത്തില്ല. The plan of the enemy is not to cause you fights. അവരുടെ രാജ്യത്തിൽ ഭയങ്കര യൂണിറ്റിയാണ്. In their kingdom, they have great unity among പിശാചിന്റെ ഇടയിൽ ഭയങ്കര യൂണിറ്റിയാണ്. Among Satan and his colleagues, there is a great unity. Hallelujah. Hallelujah. ഇതിനേക്കാളും ദൈവത്തിന്റെ രാജ്യത്തിൽ ഉള്ള ദൈവമക്കൾക്ക് ആ യൂണിറ്റി വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. But God's desire is to have the children of God in kingdom of God to have unity. Hallelujah. നമുക്കാണ് യൂണിറ്റി വേണ്ടത്. We are the ones that need to have real unity. പിശാചിന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും യൂണിറ്റിയാണ്. In devil's kingdom, there is already unity there. കാരണം അവര് യൂണിഫൈ ആകുന്നത് എന്തിനാണെന്ന് അറിയാമോ? ദൈവരാജ്യത്തെ തകർക്കാൻ. You know why they're unified? To destroy the kingdom of God. ദൈവത്തെ മക്കളെ തകർക്കാനാണ്. To destroy the children of the kingdom. Hallelujah. Hallelujah. അവർ യൂണിഫൈഡ് ആണ്. Hence why they are unified. അതിനേക്കാളും ദൈവരാജ്യത്തിലുള്ളവർ എത്ര യൂണിറ്റിയിൽ ഇരിക്കണം. So if they are unified for the destruction of the children of God, how much more we as being the children of the kingdom of God should be united? Hallelujah. Hallelujah. എത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്? How we are able to നമ്മൾ understand ഒരുമിച്ച് നിൽക്കണമെന്ന്. that we all should stand നമ്മൾ together. ഒരുമിച്ച് That പ്രാർത്ഥിക്കണമെന്ന്. we all should pray together. നമ്മൾ ഒരുമിച്ച് വാർഫെയറിലാകണമെന്ന്. That we should in unity be in warfare. ശത്രുവിന്റെ തന്ത്രങ്ങളെ ഒരുമിച്ച് എതിർക്കണമെന്ന്. At the plans of the enemy we should fight together. Hallelujah. Hallelujah. കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ കുടുംബത്തിൽ യൂണിറ്റി വേണം. What God's desire is to have unity in your family. Hallelujah. Unity in the church. Unity in the church. Unity in the fellowship. Unity in the fellowship. അതിനെ എന്തെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും തകർക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു പൈശാചികമായ പ്രവൃത്തി അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ അത് നുഴഞ്ഞു വന്നിട്ടുണ്ട്. And if anything is stopping this unity in your family, in the church, in your society, remember there is an enemy that is trying to break you from this unity. Hallelujah. Hallelujah. യൂണിറ്റി ദൈവരാജ്യത്തിൽ ഉണ്ടാകേണ്ടതിന് യേശു കർത്താവ് ചെങ്ക് പൊട്ടി പ്രാർത്ഥിച്ചത് ഒരു പ്രാർത്ഥനയുണ്ട്. You know, there is a prayer that Jesus Christ prayed with a broken heart for the unity. ഒരിക്കൽ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു. This is what Jesus prayed for. പിതാവേ, നീയും ഞാനും ഒന്നായതുപോലെ ഇവരെയും ഐക്യതയിൽ ഒന്നാക്കണമേ. Jesus says, as you and me are one, let them also be one in spirit. Hallelujah. Hallelujah. കർത്താവിന്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ആകുന്നത് ആ യൂണിഫൈഡ് ആകുമ്പോഴാണ്. You know, God's kingdom is established where there is unity. Hallelujah. 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 ഡീമോണിക് ഫോഴ്സുകളെല്ലാം ദൈവരാജ്യത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ രാജ്യത്തിലുള്ള നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ കർത്താവിൽ ഒരുമിച്ച് ശരണപ്പെട്ട് ഐക്യതയോടെ നിന്ന് ഹല്ലേലൂയ ഈ ഡീമോണിക് ഫോഴ്സിനെ എതിർക്കുവാൻ ഒരു ആത്മബലം പ്രാപിച്ച് യൂണിഫൈഡ് ആകേണ്ടത് ആവശ്യമാണ്. You know, as the enemy is already planning their war against the children of God, they are united. Similarly, the church of God should come together in unity and stand and pray to fight this battle of spiritual warfare. ഹല്ലേലൂയ. ഈ ചിന്തയുടെ പ്രസക്തമായ ഗൗരവമായ വിഷയങ്ങളിലേക്ക് വരുവാൻ പോകുന്നതേ ഉള്ളൂ. കൂടെ വരണമെന്ന് ഞാൻ Now ആഗ്രഹിക്കുന്നു. we are going to the crux of this message. So please come with me in my thoughts. ഹല്ലേലൂയ. 8:49 വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. Can we read John chapter 8 verses 49? എന്താണത് പറയുന്നത്? Jesus responds to the Pharisees that says you have a demon. He says, I am not possessed by a demon, said Jesus, but I honor my Father and you dishonor me. ഹല്ലേലൂയ. കണ്ടില്ലേ, യേശു പറയുകയാണ്, നിങ്ങളോ എന്നെ അപവാദങ്ങളാൽ അവമാനിച്ചിരിക്കുകയാണ്. But
Jesus says, but I honor my Father and you dishonor me. Hallelujah. 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 എന്നെ Hallelujah. ഡിസോണർ ചെയ്യുക, You are dishonoring me. എന്നെ ചോദ്യം ചെയ്യുക, You are questioning me. ഹല്ലേലൂയ, എന്നെ അപമാനിക്കുക, You are mocking me. ഹല്ലേലൂയ, എന്നെ പലവിധമായിരിക്കുന്ന വിധത്തിൽ റിജക്ട് You ചെയ്യുക. are rejecting me. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, യേശു കടന്നു പോകുന്ന ഈ ജനത്തിന്റെ നടുവിൽ കൂടി കേട്ടോ. You remember today we need to understand that Jesus Christ is passing through a group of people that has done all these things to him. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ആരും അവമാനിക്കപ്പെട്ടിട്ടുണ്ടോ? Have you ever been mocked? നിങ്ങൾ ആരും ക്രിട്ടിസൈസ് Have you ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ever been criticized? നിങ്ങൾ ഡിസോണർ ആയിട്ടുണ്ടോ? Have you been dishonored in your ആരെങ്കിലും family? അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടോ? Have you all experienced such situations in your life? ആരെങ്കിലും ഉണ്ടോ? Are there anyone sitting in this place that has experienced such a thing? ആരും കൈപൊക്കുന്നില്ല. No one is raising their hands. ഞാൻ രണ്ട് കൈ പൊക്കും. I'm lifting both my hands. ഞാൻ രണ്ട് കൈ പൊക്കും. I'm lifting both my hands. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പൊക്കാൻ അത് നിങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. You know, if you lift your hands saying that you have been നിങ്ങൾ dishonored, ആരുടെ കൂടി ഒന്നും പോയിട്ടില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. because if you have not gone through the road of എന്നാൽ അല്ലെങ്കിൽ അവമാനിക്കപ്പെടുന്നതിന്റെ, ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നതിന്റെ, മേലോടെ നടന്നിട്ടും തെറ്റായ വാർത്തകളെ നിന്നെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ ഉറപ്പിക്കുകയാണ്. യേശു ഇവിടെ ഇന്ന് ഒരു പക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ രണ്ട് കൈകളും പൊക്കി പറഞ്ഞേനെ, ഞാൻ ഈ വഴിയിൽ കൂടി കടന്നു പോകുന്നവനാണ്. Today morning, if you have not been put down or discouraged, you need to be thank God and say, thank God I was not discouraged. But if Jesus Christ was here in the midst of you, and if I would have asked this question, have you been dishonored? He would have raised both his hands and said, Yes. I have been dishonored. ആമേൻ. Amen. ഹല്ലേലൂയ. യേശു കേട്ടതുപോലെയുള്ള അപമാനം ഞാൻ കേട്ടിട്ടില്ല. യേശു കേട്ടതുപോലെയുള്ള ഹല്ലേലൂയ അപവാദങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. യേശു കടന്നുപോയ വഴിയിൽ കൂടി അനുഭവങ്ങൾ ഞാൻ കടന്നുപോയിട്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, അവൻ ഈ വഴിയിൽ കൂടെ എല്ലാം പോകുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നടക്കുകയാണ്. Today morning, let me tell you, you have not gone through the criticism that Jesus Christ has gone through. You have not gone through the journey that Jesus Christ has been through. You have not gone through the pain that Jesus Christ has been through. But today morning, you need to understand, someone who was holy and true went through all these things and still came through. ഓ, യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞത്, നീ വ്യഭിചാര പുത്രനാണ്. He said that you are a son or that has born through prostitution. ഹല്ലേലൂയ. ഓ, നിനക്ക് അപ്പനില്ല. They have mocked Jesus by saying, you don't have a father. നീ ഒരു ശമരിയക്കാരൻ, അർത്ഥാൽ നീ ഒരു ജാതീയനാണ്. They accuse Jesus saying, you are a Samaritan, meaning you are a Gentile. ഇന്ന് പകൽക്കാലം നിന്നകളുടെ ചുമട് ചുമന്നുകൊണ്ട് യേശു ക്രിസ്തു ഹല്ലേലൂയ നടന്നപ്പോൾ അവന്റെ ഉള്ളിൽ ആവസിച്ച രണ്ട് പ്രത്യേകത, അവൻ കൃപയിൽ നിറഞ്ഞവനും അവൻ സത്യത്തിലുള്ളവനുമായിരുന്നു. You know, when he was walking through the midst of a group of Pharisees carrying the burden of accuse and shame and disheartenment, he walked through all of them carrying two things with him. One is grace and the truth. ഹല്ലേലൂയ. കൃപ നിറഞ്ഞവനായി. He was filled with grace. of grace. He was full of And he grace. was full of truth in him. And he was full of truth in him. As he was walking by those trees, hallelujah, when people start mocking at him, hallelujah, he was not discouraged. He was not terrified by looking at these people, but he did not react to them. He didn't prove himself who I am, but he always full with the grace of God. And this morning, the Holy Spirit is speaking to somebody. Be full of grace and of truth. Hallelujah. Hallelujah. Thank you, This morning, Jesus. the Holy Spirit is reminding me that as Jesus Christ went through a group of Pharisees that accused him, he was filled with the truth and the grace. Similarly, you have to be filled with full grace and full truth. മലയാളത്തിൽ ഒരു പാട്ടുണ്ട്. There is a song in Malayalam. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവേ നോക്കി ഞാൻ പോകുന്നു കുരിശിന്റെ പാത. The translation of that song says, I'm looking at the one in Zion and I'm traveling the way of the cross. Hallelujah. Hallelujah. എത്ര പേരാണ് ആ യാത്രയിലായിരിക്കുന്നത്? How many of you are in that journey to this cross? Hallelujah. Hallelujah. സിയോനിലേക്കുള്ള യാത്ര. How many of you are on this journey to the Zion? സിയോനിലേക്കുള്ള യാത്ര. How many of you are on the journey to the Zion? Hallelujah. Hallelujah. ഇതെല്ലാം
എല്ലാം മറഞ്ഞു പോകും. Everything that you see will go. Hallelujah. Hallelujah. ഒരു ദിവസം നമ്മൾ ഈ ഹല്ലേലൂയ നമ്മളുള്ള ഈ ലാൻഡിനെ ബൈ പറയണം. And one day will come where we say bye bye to this land that you live in. Hallelujah. കൂടെ ഉള്ളവരൊക്കെ ബൈ പറയണം. You might need to say bye bye to the people that are with you. Hallelujah. Hallelujah. സിയോനിലേക്കുള്ള യാത്രയിൽ നീ ആയിരിക്കുമ്പോൾ നിന്റെ യാത്രയുടെ ഹല്ലേലൂയ വഴിദൂരത്തിൽ പ്രതികൂലങ്ങൾ കാണുമ്പോൾ ഭയക്കരുത്. പരിശുദ്ധാത്മ വിടപെടുകയാണ്. അവമാനങ്ങൾ വരും. സാക്ഷ്യമില്ല എന്ന് പറയുന്നവർ കാണും. അല്ലെങ്കിൽ നീ ശരിയല്ല എന്ന് നിന്നെ നോക്കി വിധി കൽപ്പിക്കുന്നവർ കാണും. അതിന്റെ ഇടയിൽ കൃപയുള്ളവനായി നിൽക്കുക, സത്യം നിറഞ്ഞവനായി നിൽക്കുക. Today morning when you are on this journey to the Zion, let me tell you, on this journey there might be people that will rise up to say, to accuse you, to criticize you, to put you down, to say that you are a person of light testimonies. But let me tell you, you need to be like Jesus, filled with grace, filled with truth. പാട്ടുകാരൻ പാടുന്നത് എങ്ങനെയാണ്? മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലേ അല്ല, കണ്ണിൽ കാണുന്നത് പോലെയല്ല, കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലേ ഞാൻ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലെയാ. കാഴ്ചകൾ വീഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ. ഹല്ലേലൂയ. ഓ താഴ്ചകൾ വീഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ ചാരിടും. Hallelujah. This song says, in my journey to Zion, it is not a journey by sight. It is a journey by faith. It is a journey by the truth and the grace of God. There will be troubled times that will come. There will be falls that will come. There will be accusers that will come. But I will not fall because my faith is in Jesus who's been resurrected. Hallelujah. ഇനി അടുത്തൊരു സ്റ്റാൻസ് എങ്ങനെയാ പറയുക? നാദനോ മുൾമുടി നൽകിയ ലോകമേ നിത്തരും പേരെനിക്കെന്തിനാ. നാദനും മുൾമുടി നൽകിയ ലോകമായത്. Because this is a world that you live in gave the crown of thorns to Jesus. Hallelujah. Hallelujah. അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. And you and I live in such a world that gives a crown of thorns. നാദനോ മുൾമുടി നൽകിയ ലോകമേ നീ തരും ആ പേര്, ആ സ്ഥാനം, ആ ഹല്ലേലൂയ പുകഴ്ച, ആ പെരുമ, ഇതൊന്നും എനിക്ക് വേണ്ടാന്ന്. ഹല്ലേലൂയ. I am heading towards Zion. Hallelujah. With full of grace and full of truth in me. I don't want any crown that the world gives me, no name, no fame, but I only want to be with Jesus in Zion. Hallelujah. ഇന്ന് പകൽക്കാലം ഇതിന്റെ കൂടെ കടന്നു വരുവാൻ കഴിയുന്നു. Today morning, who are able to come? ഇന്ന് പകൽക്കാലം നിന്റെ ജീവിത യാത്രയിൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ അസമാധാനം കൊണ്ടുവരുന്ന, അവമാനങ്ങൾ കൊണ്ടുവരുന്ന, ഹല്ലേലൂയ ഡിസോണർ കൊണ്ടുവരുന്ന, നിന്റെ സാക്ഷ്യം ശരിയല്ല എന്ന് പറയുന്ന അവരുടെ ഇടയിൽ നീ കൃപയുള്ളവനായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. Today morning, the Holy Spirit's reminder is to you is that you live in a world that are filled with people that will put you down, that will mock you, that will say that your testimony is not true, but what the Holy Spirit is saying. You need to be filled with grace. അതിനൊന്ന് പിക്ചറൈസ് ചെയ്ത്, അതിനൊന്ന് പിക്ചറൈസ് ചെയ്ത്. Can you just picturize this in your mind? അതിനൊന്ന് പിക്ചറൈസ് ചെയ്ത്. You need to picturize this what I'm saying. Chapter 9 verse 1 ഒന്ന് പിക്ചറൈസ് ചെയ്ത്. Chapter 1 verse 9 you need to picturize. അങ്ങനെ യേശു ആ വഴിയിൽ കൂടെ നടന്നു പോയപ്പോൾ, now we coming to this word, as Jesus now went along. അല്ലെങ്കിൽ വ്യഭിചാര പുത്രന്റെ സംപുത്രനാണ്, സന്തതിയാണെന്ന് പറഞ്ഞ വഴിയിൽ കൂടി നടന്നു പോയി. Now Jesus went along a road that said that you don't have a father. നിന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചവരുടെ മുന്നിൽ കൂടി അവൻ കടന്നു പോയി. He went along a road that said, who is your father? നീ ഒരു ജാതീയനാണ് എന്ന് പറഞ്ഞവരുടെ മുന്നിൽ കൂടി യേശു കടന്നു പോയി. He went along a road that said, you are a Samaritan. നിന്റെ മുകളിൽ ഭൂതമുണ്ട് എന്ന് പറഞ്ഞവരുടെ നടുവിൽ കൂടി നീ നടന്നു പോയി. He went along a road that said, you are filled with demons. അവമാനിച്ച ജനത്തിന്റെ നടുവിൽ കൂടി അവൻ നടന്നു പോയി. He went along a road that had people that put him to shame. Hallelujah. 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 യേശു
അവരിൽ കൂടി നടന്നു പോകും. And Jesus Christ went along such people. പരിശുദ്ധാത്മാവ് ആരോട് തൊട്ട് ഇടപെടുന്നു? The Holy Spirit is talking to someone in this place. പരിശുദ്ധാത്മാവ് ആരോട് തൊട്ട് The Holy Spirit is talking to someone in this നിന്റെ place. ജീവിതയാത്രയുടെ ഹല്ലേലൂയ ദൂരങ്ങളെ പിന്നോട്ട് നോക്കിയാൽ ഈ അനുഭവത്തിൽ കൂടി കടന്നുപോയാൽ ഏതോ ഒരു മഹത്വം നിന്നിൽ കൂടി വെളിപ്പെടുത്താനാകട്ടോ നടത്തുന്നത്. Then when you look back in your life, you had gone through, you had went along a road like this, but God is going to bring a great glory to His name. Amen. Hallelujah. എത്ര പേര് വിശ്വസിക്കും? How many of you believe that? എത്ര പേര് How വിശ്വസിക്കും? many of you believe that? എന്നിൽ ദൈവം ഒരു ഗ്ലോറി ചെയ്യും. That God wants to do a glory in your പറയട്ടെ, life. എന്നിൽ പറയട്ടെ. God is going to do something hallelujah glorious in my life. Say it after me. God is going to do something glorious in my life. പറയട്ടെ. ശക്തിയോടെ പറയട്ടെ. Say it God with me. is going to do something glorious in my family. God is going to do something glorious in my life. God is going to do something glorious in and through my children. Hallelujah. God is going to do something glorious in and through the ministry. Hallelujah. Hallelujah. ദൈവം മഹത്വത്തെ ചെയ്യാൻ പോകുകയാണ്. That God is going to do something glorious. അവിടത്തേക്കൊന്നും അവര് പറഞ്ഞു നിർത്തിയില്ല. അവർക്ക് കൊതി മാറിയില്ല. യേശുവിനെ ഇങ്ങനെ തൊട്ട് അല്ലെ പ്രൊവോക്ക് ചെയ്ത കൊതി മാറിയില്ല. And you think Pharisees stopped accusing him? No, they didn't stop. 52 വാക്യത്തെ ഒന്ന് നോക്കിയേ. Look at verse number 52. അല്ലല്ല എന്താണ് അവിടെ പറയുന്നത്? What does it say? 52. യഹൂദന്മാർ അവനോട് ആ. നിനക്ക് ബോധമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ആ. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം 8:52. അയ്യ. At this they exclaimed, "Now we know that you are demon possessed. Abraham died, and so did the prophets. Yet you say that whoever obeys your word will never taste death." ഇപ്പോൾ മനസ്സിന് പൂർണ്ണമായി മനസ്സിലായി. Now man is complete. Now I surely understand that you're demon possessed. എന്നാണ് അവർ പറയുന്നത്? Because what are the Pharisees saying now? എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്യിപ്പിക്കുക. They just want to provoke Jesus. Hallelujah. Hallelujah. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ആ ടാസ്കിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. And so they're provoking Jesus so that Jesus moves away from the task that he's going to. No, ദൈവം അങ്ങനെ പോകുന്ന ഒരാളാണ്. Because God is not a God like that. 57 വാക്യം നോക്കിയേ. Look at verse number 57. അതെന്താ പറയുന്നത്? You are not yet 50 You years are old. not yet 50. You are still in 28. You are still in 28. You are still in 25. You are still in 25. You are still just 18. You are just still 18. That means they have even challenged his maturity level. The people, the Pharisees are challenging his maturity level. Hallelujah. Hallelujah. You are doing so many things. You are speaking so many things. But you need to know you are not yet 50 yet. Hallelujah. The Pharisees are accusing him of his age, saying, "You are speaking so boldly, you're speaking big, claiming so many big things. You are not even 50 years old. How can you claim such a big thing? You are just a young guy." You're just a young man." Hallelujah. 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 Even they questioned the maturity of Jesus. They question the maturity of Jesus. Hallelujah. Hallelujah. പക്വതയില്ലാത്തവനെന്ന് പറഞ്ഞു. They called him that you are not mature. Hallelujah. Hallelujah. Thank you, Lord. Thank you, ഇനി Lord. verse 59. Verse 59. എന്താണ് വായിച്ചത്? At this, they picked up stones. Look at that. At this point, they picked up the stones. At this, they picked up the stones to stone him. കണ്ടില്ലേ? സ്ത്രീയെ എറിയാനല്ല കേട്ടോ ഈ ഒരു കല്ല് കരുതിയത്. So why did they pick up the stones? Not to throw the lake, not to throw at the adulterous woman. ഹല്ലേലൂയ. യേശുവിനെ എറിയുവാൻ To വേണ്ടി. throw at Jesus. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. The Holy Spirit is speaking to നിന്റെ someone. ആത്മീക ജീവിതത്തിന്റെ യാത്രയിൽ ആരെങ്കിലും നിനക്കെതിരായി അപമാനമെന്ന കല്ല്, ക്രിട്ടിസൈസ് ചെയ്യുന്ന കല്ല്, ചോദ്യമാകുന്ന കല്ല് എറിയുവാൻ തുനിഞ്ഞെങ്കിൽ അവരുടെ ഇടയിൽ കൃപയുള്ളവനായി നിൽക്കുക. Today morning, the Holy Spirit is telling to you as a church, is saying, there are enemies that have picked up the stones of discouragement, that have picked up the stones of disheartenment, that have picked the stones to put you down. Let me tell you, in their hands, while they hold these stones, God is telling you that you need to be filled with the Spirit of truth and grace. And chapter 9 verse 1, here the climax is happening. Jesus started walking in the street and looking at these people. He was not discouraged. He was not downhearted. He was not fearful. Boldly, with full of grace, as he was walking, he saw a blind man. Hallelujah. He stretched his hand and he commanded,
of the world. And now the blind man, Jesus went through all of this, and he, full of grace and truth, Jesus sees a blind man, and Jesus proclaims to the blind man and heals them and says, see the world. ഈ വഴിയിൽ കൂടെ കടന്നുപോയ യേശു He went along this way. ഇതൊന്നും ശ്രദ്ധിച്ചില്ല. He did not even pay attention to all the ഇതൊന്നും abuses. കാര്യമാക്കില്ല. He didn't even take these things into his heart. പറഞ്ഞിട്ട് don't take all these into your heart. Don't take all these accuses and abuses. പറഞ്ഞിട്ട് don't take anything of this into your heart. Say to yourself, don't take anything into your heart. Discouragement, no, I'm not going to take Just it. say it after me. I'm not going to take discouragement into my heart. And if people may question you, you don't take it to your heart. People may question you, but you don't take it to your heart. Things will not be the same, hallelujah, as you take your bold step in faith. But don't take any of the world things into your heart. Don't take any of the abuses of the world to your heart. But always be bold. But always be bold. But always be full of Always grace. be full of grace. But always be full of the truth. Always be filled with fullness of the truth. As afterwards, Bible says, afterwards, as Jesus walked down the street. It says, as he went along, 9:1. As he went along, he saw a man blind from birth. Hallelujah. Hallelujah. ഇതാണ് ഇന്നത്തെ ചിന്ത കേട്ടോ. So this is the verse, a man blind from birth. അങ്ങനെ യേശു നടന്നു പോയപ്പോഴും അവനിൽ നിന്ന് ചൊരിയപ്പെടുന്ന സൗഖ്യം നിന്നില്ല. You know, as he went along this route, a spirit of healing did not leave him after this abuse of people. Amen. Hallelujah. Hallelujah. ഫലം പ്രാപിച്ചുകൊണ്ട് നിന്നുണ്ടായി. He was always fruitful in midst of the abuse. നിങ്ങളെ ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുമോ? You know, when we get abused, we start questioning our spiritual fruits, and we start questioning, are you able to do such a thing? When people start abusing, you start questioning yourself, don't you? Hallelujah. ഒന്ന് ചിന്തിച്ചേ. Just reflect. ഞാൻ നിർത്താൻ പോകുകയാണ്. I'm going to conclude now. ബട്ട് ഇത് ചിന്തിച്ചിട്ട് വേണം നിർത്താൻ. But you need to ponder upon this thought and we'll close. കല്ലുകളുടെ ഏറുകളൊക്കെ വേണ്ടത്രയും കിട്ടിയ ഒരു വ്യക്തിയായിരിക്കും നീ. You might be a person that would have received people throwing stones at you. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്താണ്. There might be people who would have questioned your faith. Faith. നിന്റെ ആരാധനയെ ചോദ്യം ചെയ്താണ്. There might be people who might question your worship. നിന്റെ ഡെഡിക്കേഷനെ ചോദ്യം ചെയ്താണ്. There might be people who might question your dedication and commitment. Hallelujah. ദൈവത്തോടുള്ള പാഷനെ ചോദ്യം ചെയ്താണ്. There might be people who might question your passion to Jesus. Don't take it to your heart. Don't take it to your heart. Don't take it to your heart. Don't take it to your പറഞ്ഞിട്ട് heart. അടുത്തുള്ളവന്റെ കൈ നോക്കി പറഞ്ഞു. Shake the hands of the person sitting Don't next to take it you. to your heart. Don't take it to your If heart. anything comes on your way, don't take it to your If heart. anything comes on your way, don't take it to your heart. Satan Baba. 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 Oh, I don't want that. I don't want I that. don't want to take discouragement. I don't want to take any I don't want to discouragement. take that all fearful thing. I don't want to take any I want to be bold in Christ Jesus. I want to be bold in I Christ know the seal of God is with me. because I know the I know the blood of Jesus is covering me. I know the blood of Jesus. I know the word of truth is not functioning in my I know the life. word of truth is I am the child of God. I am the child of I am God. the child of God. I am the child of I God. am sealed for a special I purpose. am sealed for a special purpose. I will yield fruit after fruit. I will yield fruit after fruit. I will yield fruit after fruit. I will yield fruit after But fruit. tell it to yourself. Proclaim it. I Proclaim will it yield loudly. fruit. I will yield fruit. ഞാൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. I will be used for the kingdom of ഞാൻ God. കർത്താവിന് വേണ്ടി ഫലം പ്രാപിക്കും. I will produce fruit for the kingdom of God. ഒന്നിനെയും എന്നെ നിർത്തുവാൻ കഴിയില്ല. Nothing can stop you and me. Nothing can stop you. Nothing can stop you. No harm will touch you. No harm will touch you. Nothing will make you put you down. Nothing will put you down. Men of the world may put you down. Men of the world may put you down. And your friends of the world may put you down. Your own friends of this world might put you And down. the people of this world may put you down. People of this world might put you down. And the teachers of this world may put you down. Teachers of this world might push you down. Or relatives may put you down. Your relatives might put you down. But Jesus, who called you by your name, you remain faithful to you. But Jesus, who has called you by name, will always remain faithful. Focus on God. Focus on Jesus. Focus on And Jesus press forward. and press forward. Hallelujah. Hallelujah. And God will give you strength. And God is the one who gives you strength. Be focused. Be focused. Be always focused. Be always focused To yield fruit for God. to yield fruit for the kingdom. ഏത് വഴിയിൽ കൂടി കർത്താവ് നടത്തിയാൽ Whatever way that you go through,
നിന്നിൽ കൂടി പരിശുദ്ധാത്മാവ് ചെയ്തത്. Whatever way you go through, if the Holy Spirit is in you, He will produce fruit wherever you go. Amen. Hallelujah. Amen. Amen. Hallelujah. When I look to my right, I see Satan is falling. When I look to my left, I see Satan is falling. When I look to my friend, I see Satan is falling. When I look to my back, I see Satan is falling. Hallelujah, 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 hallelujah. I have seen the downfall of Satan. Glory to God. Oh, Glory Jesus. I have seen the downfall of Satan. Glory be to God. Amen. hallelujah. I have seen the Satan is fallen. I have seen the Satan has fallen. I have seen God is gloriously victorious. I have seen God has been victorious. ഇന്ന് പകൽക്കാലം നമ്മുടെ കരങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് Let's all close our eyes and dedicate ourselves into the hands of ജീവിതത്തിന്റെ God. ഏത് വഴികളിലും മനസ്സ് മടുത്തു പോകരുത്. In whatever circumstances in your life, don't be disheartened. ആര് നിന്നെ എന്ത് പറഞ്ഞാലും നിന്നെ അത് നിർത്തരുത്. Whatever people say, don't take it to your heart. അതൊന്നും നിന്നെ തടുത്തു നിർത്തരുത്. Because those things are not going, those should not be an excuse to stop you. You are in the mission of the heavenly kingdom. Let me tell you the truth. You are in the mission of the heavenly kingdom. നീ ആർക്കൊക്കെയോ അനുഗ്രഹം ആകുവാൻ പോകുന്നു. Because you are going to be a blessing to someone. ഹല്ലേലൂയ. കുരുടന് യേശു അനുഗ്രഹമായതുപോലെ Just like how Jesus was a blessing to the blind man. on this walker, as he was passed by, he was blessing to many. As he was passing by difficult times, he was still being a blessing to people. Hallelujah. നിന്നെ അതുപോലെ ബ്ലെസ്സിംഗ് ആക്കാൻ പോവുകയാണ്. Because that is how Jesus wants to make you a പരിശുദ്ധ blessing. പ്രൊഫസൈ ചെയ്യുകയാണ് ദൈവം നിന്നെ അതുപോലെ ആർക്കൊക്കെയോ അനുഗ്രഹമാക്കാൻ പോവുകയാണ്. The Holy Spirit is saying, similarly, the Holy Spirit is going to make you a blessing to many people in midst of your adversaries. Amen. Prophetically, God is uttering this prophecy. Hallelujah, that God is going to make you something greater even in midst of those criticism. God is going to take it as a word of prophecy. Declare it over your life that God is going to make you a blessing in midst of your troubles and people that mock you. ഫലം കൊടുക്കാതിരിക്കാൻ തടുത്തു നിർത്തുന്ന എന്തുണ്ടെങ്കിലും നീ ജയാളിയാണ്. You know, whatever plans the enemy is to stop producing fruit, let me tell you one truth. You are always going to be victorious. Amen. Hallelujah. ഒരു സന്തോഷത്തോടെ ആമേൻ പറഞ്ഞു. You need to be joyful and say Amen. ഒച്ചയിൽ ആമേൻ പറഞ്ഞു. You need to loudly proclaim and say Amen. receive it, ആമേൻ പറഞ്ഞു. You need to receive that ആമേൻ unconditional പറഞ്ഞു. clap your hands and say Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. I believe it. I can be fruitful because of Jesus. I believe it and receive it that I am going to be fruitful because of the Holy Spirit. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let's all rise up to our feet. പ്രിയ കർത്താവേ, Oh Lord, our heavenly Father. നല്ല ദൈവമേ, Oh good God. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. We give ourselves into your hands. ഇന്ന് പകലിലും ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദി. Thank you for speaking to us today morning. ജീവിതയാത്രയുടെ ഹല്ലേലൂയ പിന്നോട്ട് നോക്കുമ്പോൾ ഏത് ജീവിത സാഹചര്യത്തിലും ഇതുവരെയും തളരാതെ നിൽക്കുവാൻ മുകളിലേക്ക് പകരപ്പെട്ട ദൈവകൃപ ഓർക്കുകയാണ്. Today morning, Lord, I remember the glory that you have been shed on us so that we may not fall down from the disheartenment. അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. We give all your children in this way. യേശുവിന്റെ നാമത്തിൽ In Jesus' name. ചോദ്യം ചെയ്യുന്നവരുടെ മുൻപിൽ അങ്ങയുടെ മക്കൾ തകരാതെ തളർന്നു വരട്ടെ. Father God, I pray if your children are standing in front of a question mark, let them flourish in front of that question mark. Hallelujah. Hallelujah. അങ്ങയുടെ മക്കളെ ഏത് ജീവിത സാഹചര്യമാണെങ്കിലും അങ്ങയുടെ മക്കളിൽ നിന്ന് അപ്പച്ചൻ പുറപ്പെടുവിക്കുവാൻ പോകുന്ന ആ വലിയ ഫലങ്ങൾ ഞങ്ങൾ ആത്മദൃഷ്ടിയിൽ കാണുകയാണ്. Father God, in my spiritual eyes,
I see the fruit that is going to be produced in your children's life in front of the question mark that they are on. അങ്ങയുടെ മക്കളുടെ ചോദ്യ ചിഹ്നങ്ങളെല്ലാം ആശ്ചര്യ ചിഹ്നങ്ങളാണ്. Let your question mark be an exclamation mark. അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച, let your children be blessed. അവരെ കൃപയിൽ നിറയ്ക്കണമേ. Lord, fill your children with thy divine grace. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. Father God, fill your children with the fullness of the Holy Spirit. ദൈവിക സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് നിറയ്ക്കണമേ. Father God, I pray that you will fill us with thy presence of the Holy Spirit. ഈ വരും ദിവസങ്ങളിൽ ജയകരമായി ജീവിക്കാൻ സഹായിക്കണമേ. Father God, I declare victorious life in this coming week. ഞങ്ങളുടെ മക്കളുടെ ജോലികളെ അനുഗ്രഹിക്കണം. Let your children's workplaces be blessed. ഞങ്ങളുടെ മക്കളുടെ പോക്കും വരും അനുഗ്രഹിക്കണം. Let their going and coming be blessed. ഞങ്ങളുടെ മക്കളുടെ ഇടപാടുകളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. Let their interactions be blessed. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. We bless them. അങ്ങയുടെ വരവ് താമസമെങ്കിൽ വരും ദിവസങ്ങൾ ഒരുമിച്ച് കൂടുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിച്ചു. Father God, if your coming is not delayed, help us come back again next Sunday and glorify your name. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. We give ourselves into your മഹത്വം hands. അങ്ങേക്ക്. All glory belongs. യേശുവിൻ നാമത്തിൽ. In Jesus' name we pray. ആമേൻ.